ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കിച്ചണിൽ സ്ലാബ് ചെയ്യുന്ന സമയത്ത് ആ ഏരിയയിൽ കുറച്ച് ഏരിയകളിൽ നമ്മൾ ചെറിയ രീതിയിൽ താഴ്ത്തിയിടാറുണ്ട്. കാരണം അവിടെയാണ് നമ്മുടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ആ ഗ്യാസിൻ്റെ അടുപ്പ് വയ്ക്കുന്ന സമയത്ത് സ്ലാബിൽ നിന്ന് പൊങ്ങി നിൽക്കാതെ സെയിം ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടും, അതായത് നീറ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഹോബ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് എത്ര സെൻറ്റിമീറ്ററാണ് താഴ്ത്തിയിടേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ എവിടെയാണ് സ്റ്റൗവിൻ്റെ പൊസിഷൻ വയ്ക്കുന്നതെന്ന് തീരുമാനിക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടോ, സാധാരണ സ്ലാബ് അടിക്കിൽ നിന്നും 5 ഇഞ്ച് താഴ്ത്തിയാണ് താഴത്തേക്ക് ഇട്ടിരിക്കുന്നത്. അതായത് സാധാരണ സ്ലാബ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും 5 ഇഞ്ചാണ് അതിൻ്റെ ഉള്ളിലേക്ക് താഴ്ത്തിയിട്ടിരിക്കുന്നത്. അത് 90 സെൻറ്റിമീറ്ററാണ് നമ്മുടെ സാധാരണ സ്ലാബിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരാറ്. 85-നും 90 സെൻറ്റിമീറ്ററിന് ഇടയ്ക്കാണ് വരാറ്. അതിൽ നിന്ന് 5 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ ഈ പറയുന്ന സ്ലാബ് ചെയ്തിരിക്കുന്നത്. 5 ഇഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 12 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തായിട്ട് വരും, 12.5 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ 5 ഇഞ്ച് നമ്മൾ താഴ്ത്തിയിട്ടു. അതിനുശേഷം നമ്മൾ പിന്നെ വയ്ക്കാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലാബിൻ്റെ നീളം എത്രയാണ് വരുന്നതെന്നാണ് ഉള്ളിലേക്ക് താഴ്ത്തിയിരുന്നത്. അതായത് സാധാരണ ഒരു സ്റ്റൗ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൗവിൻ്റെ, അതായത് ഗ്യാസ് അടുപ്പ് വയ്ക്കാനുള്ള സാധാരണ നീളമാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 31 ഇഞ്ച് അല്ലെങ്കിൽ 80 സെൻറ്റിമീറ്ററാണ് ഈ പറയുന്ന ഏരിയ താഴ്ത്തിയിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ലെവലിൽ ഒരു 2 ബർണറോ അല്ലെങ്കിൽ 3 ബർണറോ വയ്ക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ അടുപ്പ്, അതായത് ഗ്യാസ് അടുപ്പിൻ്റെ മെയിൻ പോർഷൻ വരുന്നത് നമ്മൾ 80 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഈ സ്ലാബ് താഴ്ത്തിയിട്ടിരിക്കുന്നത്. പിന്നെ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വീതി വന്നിരിക്കുന്നത് രണ്ടടി എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററാണ് നമ്മൾ സാധാരണ സ്ലാബിൻ്റെ ലെങ്ത്ത് ഭിത്തിയിൽ നിന്നും നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഗ്യാസ് അടുപ്പ് കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ താഴ്ത്തിയിട്ടിരിക്കുന്ന ഏരിയയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ സ്ലാബിൻ്റെ സെയിം ലെവലിലായിരിക്കും നമ്മുടെ ബർണർ വന്ന് നിൽക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പ് വെക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്ലാബിൽ നിന്ന് മുകളിലേക്കായിരിക്കും നിൽക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ അടുപ്പ് കാര്യങ്ങൾ വെച്ചതിന് ശേഷം മുകളിലേക്ക് വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പാചകം എന്ന് പറയുന്നത് പിന്നെ ഹൈറ്റ് കൂടും. ഇത് എന്ന് പറയുന്നത് നമ്മുടെ സ്ലാബിൻ്റെ സ്ലെയിം ലെവലിലായിരിക്കും നമ്മുടെ ബർണറിൻ്റെ ഹൈറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 5 ഇഞ്ച് നമ്മൾ താഴ്ത്തി ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. 5 ഇഞ്ച് താഴെയും ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ലാബിൻ്റെ എന്ന് പറയുന്നത് നീളം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 80 സെൻറ്റിമീറ്ററാണ് നമ്മളൊരു സാധാരണ ഒരു സ്റ്റൗവിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിന് വേണ്ടിയിട്ട് 80. ഇനി അതല്ല നിങ്ങൾ 3 ബർണറോ 4 ബർണറിൻ്റെ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹോബിൻ്റെ വേണ്ട ആ സ്റ്റൗ സെലക്ട് ചെയ്തതിന് ശേഷം സ്ലാബ് അടിക്കുന്നതിന് മുന്നേ ഇത്രയും ലെവൽ താഴ്ത്തി ഇടുക. അതിനുശേഷമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ വലിപ്പം കൂടുതൽ കൂട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഗ്യാസിൻ്റെ കുറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ അകത്ത്, അതായത് കിച്ചൻ്റെ അകത്ത് സൂക്ഷിക്കാതെ പുറത്തേക്ക് നമ്മൾ നേരെ കൊണ്ടുപോയി പുറത്തൊരു സെപ്പറേറ്റ് ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുള്ള ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട്, അതായത് കിച്ചൻ്റെ അകത്തേക്ക് വീടിൻ്റെ അകത്തേക്ക് ഗ്യാസ് കുറ്റി കാര്യങ്ങളൊന്നും വരാതെ പുറത്തേക്ക് നമുക്ക് എങ്ങനെ സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലും അപകട കാര്യങ്ങളുണ്ടായി ലീക്കോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ വലിയൊരു അപകടം സംഭവിക്കാതെ പുറത്ത് വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യുന്ന പുറത്തേക്ക് പോകുന്നതിനും വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നീറ്റായിട്ട് നമുക്കൊരു നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിൽ എങ്ങനെ നല്ല സ്ലാബ് എല്ലാം ഒരേ ലെവലിൽ ചെയ്ത് എങ്ങനെ അതിൻ്റെ അടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് കിച്ചണുമായിട്ട് വയറിങ്ങുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വീഡിയോസോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.